സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം എല്ലാ ബോഡിയിലും ഉണ്ട്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരത്തിന് അറിയാമെങ്കിൽ ആ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂത്രത്തിലൂടെ കട്ടച്ചോര പോയിട്ടുണ്ട്, കട്ട ഇറച്ചി പോലെ പോയിട്ടുണ്ട്. അതും പുരുഷന് സെൽഫായി ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബോഡിയിലുണ്ട്. ആ സിസ്റ്റം എല്ലാ ബോഡിയിലുള്ളതാണ്. പക്ഷെ ആ സിസ്റ്റത്തെ പലപ്പോഴും അടിച്ചമർത്തലാണ് നമ്മൾ ചെയ്യാറ്. പനി വന്നാൽ സഡേറ്റ് ചെയ്യും, തലവേദന വന്നാൽ സഡേറ്റ് ചെയ്യും, ഏത് രോഗം വന്നാലും തൽക്കാലം സഡേറ്റ് ചെയ്യുന്ന സിസ്റ്റം മാറ്റിയിട്ട് ആ വന്ന വിഷയം എന്താണോ അത് പുറന്തള്ളാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, ഇപ്പൊ കിഡ്നിയിൽ സിസ്റ്റ് ഉണ്ടായ സാധനം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റ് പോകും. യൂട്രസിൽ മുഴയുണ്ട്, ഓവറിയിൽ മുഴയുണ്ട്, ഇതൊക്കെ പുറന്തള്ളുന്നത് ചിലപ്പോ യൂട്രസിലെ മുഴ പോകുമ്പോ ചിലപ്പോ ബ്ലീഡിങ് കൂടുതലായിരിക്കും. യൂട്രസിന് തിക്നെസ് കൂടുതലാണ്. ആ യൂട്രസിന് തിക്നെസ് കൂടുതലായത് പോകുമ്പോ ചിലപ്പോ ബ്ലീഡിങ് കൂടുതലായിരിക്കാം. ആ ബ്ലീഡിങ് കൂടി മരിച്ചു പോകുമോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടി പ്രശ്നമാകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും ആ പോകുന്നത് കൊണ്ട് ബാലൻസ് ആവുള്ളൂ. അങ്ങനെ പോകുന്നത് കൊണ്ട് പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും മാസമുറ സമയത്ത് പോകുന്നതും ബ്ലീഡിംഗ് ആണ്. അപ്പോഴെന്തേ പേടിക്കാത്തെ? അപ്പോഴെന്തേ പ്രശ്നമില്ലാത്തെ? അപ്പൊ നമുക്ക് സ്വാഭാവികമായി നാച്ചുറൽ ആയി പോകുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിന് പ്രശ്നം ഉണ്ടാകൂല എന്ന് നമ്മൾ സമാധാനിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓവർ ബ്ലീഡിംഗ് ആണ് പ്രശ്നമാണ് ആയിക്കോട്ടെ. ഓവർ ബ്ലീഡിങ്ങിന് ചെറിയൊരു ഐസ് കെട്ടത് ഇവിടെ നിങ്ങൾ വെച്ച് നോക്കിയോ? ഓവർ ബ്ലീഡിംഗ് വരുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ട് വിരലിന്റെ ചെയ്യാൻ പാടില്ലാത്തൊരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്. ഓവർ ബ്ലീഡിംഗ് ആണ്, ഓവർ പെയിൻ ആണ്, മെൻസ്ട്രൽ പെയിൻ ആണ്, ബ്ലീഡിംഗ് മര്യാദക്ക് പോകുന്നു, ഓവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങാനും പ്രശ്നമാകും എന്ന് കണ്ടാൽ നിങ്ങൾ ഈ രണ്ട് വിരലിന്റെ ഇടയിലുള്ള ഈ ഭാഗത്ത് ഒരു ഐസ് പീസ് വെച്ചു കൊടുക്കുക. ഒരു ഐസ് പീസ്, ഐസ്, ഹലോ, മരുന്ന്, വലിയ മരുന്നൊന്നുമല്ല, ഒരു ഐസ് വെച്ചു കൊടുക്കുക. ബ്ലീഡിങ് സ്പോട്ടിൽ നിൽക്കണതാണ്. ആ അസ്വസ്ഥത സ്പോട്ടിൽ മാറുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കണ ഒരു ഐസ് ഉണ്ടെങ്കിൽ ചിലപ്പോ മാറും. പക്ഷെ ആ ബ്ലീഡിങ് പോകുന്നതാണ് നല്ലത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇനി ബ്ലീഡിങ് വരുമ്പോ ഒന്നും പോയാൽ നിങ്ങൾ അങ്ങോട്ട് ബാലൻസിലാണെങ്കിൽ ഒരു പ്രശ്നവും വരൂല. ഗർഭിണിക്ക് ഛർദി ഉണ്ടാകുമ്പോ സത്യത്തില് ആദ്യത്തെ മാസം മുതൽ ചിലപ്പോ 7 മാസം വരെ ഛർദി ഉണ്ടാവുമ്പോഴും ഗർഭിണിയുടെ ഛർദിയാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്കെങ്ങാനാണ് 7 മാസം ഛർദിൽ വന്നാലോ, ഗർഭമില്ലാത്ത ഒരാൾക്ക് 7 മാസം ഛർദിൽ വന്നാലോ നമ്മളെന്ത് വിചാരിക്കും? ഗർഭമാണെന്ന് വിചാരിക്കും? അല്ല, പകരം വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കും. ശരീരത്തിലെ മാലിന്യം എവിടെയോ പുറത്തേക്ക് കളയാനുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് അത് പുറത്തേക്ക് കളയുന്ന സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യലാണ് എനർജി ഹീലിംഗിൽ പൊതുവിൽ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട സാധനമാണ് സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം. സെൽഫായിട്ട് എന്റെ ബോഡിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ശരീരം ശ്രമിക്കുന്നു. ആ ശരീരം ശ്രമിക്കുന്ന എനർജി പലപ്പോഴും കുറയുന്നു. ആ കുറയുന്ന എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യലാണ് നമ്മള് എനർജി ഹീലിംഗിൽ ചെയ്യുക. അപ്പൊ പനിയും ജലദോഷവും വയറിളക്കവും ഛർദിലും തുമ്മലും ചൊറിച്ചിലും എല്ലാം സത്യത്തിൽ ചികിത്സിക്കേണ്ട സാധനങ്ങളേ അല്ല. അത് പ്രതിരോധത്തിന്റെ സംവിധാനങ്ങളാണ്. ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങളെ സഡേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അത് മാരക രോഗങ്ങളായി മാറുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഓവർ ബ്ലീഡിംഗ് ഉണ്ടായാൽ ഇവിടെ ഒരു ഐസ് പീസ് വെച്ച് കൊടുത്താൽ മതി. ഓവർ ബ്ലീഡിംഗ് നിൽക്കും. അത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് ഓടണ്ട. ഏത് കൈയുടെ ആയാലും രണ്ട് വിരലിന്റെ നടുവിലെ 2 വിരൽ ഞാൻ ഇങ്ങനെ അകത്തി കാണിച്ചതായാലാണ്. അതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഐസ് പീസ് വെച്ചു കൊടുത്താല് എത്ര വലിയ ബ്ലീഡിംഗ് ആണെങ്കിലും ആ സ്പോട്ടിൽ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നാൽ എൻഡോമെട്രിയോസിസ് ബ്ലീഡിംഗ് ഉണ്ടായിക്കോട്ടെ, യൂട്രസ് കളയാണ്ടടോ. ആ യൂട്രസ് അവിടെ ഇരുന്നോട്ടെ, ആവശ്യമുണ്ട്. കാരണം യൂട്രസ് പോയാൽ ബോഡി ടെമ്പറേച്ചർ കൂടണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. യൂട്രസ് എടുത്ത് കളഞ്ഞവരുടെ വീട്ടിൽ പോയി നിങ്ങളൊന്ന് വെറുതെ അന്വേഷിക്കൂ നിന്റെ യൂട്രസ് എടുത്ത് കളയുന്നതിന് മുമ്പ്. കാരണം യൂട്രസ് പോകുമ്പോ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചറിന് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ, ബോഡി ടെമ്പറേച്ചർ അമിതമായി കൂടുന്നുണ്ടെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്കും. അപ്പൊ യൂട്രസ് എടുത്ത് കളയുന്നതാണോ നല്ലത്? ആ യൂട്രസ് കളയാതെ തന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതാണോ നല്ലത്? അപ്പൊ അതിന്റെ സിസ്റ്റം നമ്മൾ പാലിച്ചേ പറ്റൂ. അപ്പൊ പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ തടയാതിരിക്കുക. പുറത്തേക്ക് പോകുന്നതിനെ തടയുന്നതാണ് സത്യത്തിലെ രോഗം. മൂത്രത്തെ പിടിച്ചു നിർത്തുന്നത് രോഗമാണ്. മലത്തെ പിടിച്ചു നിർത്തുന്നത് രോഗമാണ്. കരച്ചിൽ വന്നാൽ കരച്ചിൽ പിടിച്ചു നിർത്തുന്നത് രോഗമാണ്. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാതെ ബലം പിടിച്ചിരിക്കുന്നത് രോഗമാണ്. എപ്പോഴും ബലം പിടുത്തുള്ള ആള്, ആ ബലം പിടുത്തുള്ള ആൾക്ക് രോഗം ഉണ്ടാവും. സ്മൈല് കുറവുള്ള ആൾക്ക് രോഗം ഉണ്ടാവും. താഴ്മ
ഇല്ലാത്തവർക്ക് രോഗം ഉണ്ടാവും, മറ്റുള്ളവരെ ഇടങ്ങേറാക്കുന്നവർക്ക് അതിന്റെ രോഗം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എപ്പോഴും എന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ ഇടങ്ങേറാക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കണ്ണീര് നമുക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിൽ രോഗം ഉണ്ടാക്കും. അപ്പൊ അതെല്ലാം നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയാലേ പല രോഗങ്ങൾക്കും നമ്മൾ ഇത്ര വലിയ ഹോസ്പിറ്റലിൽ പോയി ഒരു ഗെയിം നോക്കൂ 1.5 ലക്ഷം കളയാന്ന് പറഞ്ഞാല് നമ്മൾ 1.5 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട്.